ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഒരു ഫൈനൽ സ്റ്റേജിലോട്ടൊക്കെ എത്താറായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഹാർഡായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇന്നലെ ഒരു പ്രമോ വന്നത്. അനീഷും അനുമോളും ഇങ്ങനെ ഗാർഡനേറ്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അനീഷ് പ്രപ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്നതൊക്കെ കാരണമുണ്ടെന്നൊക്കെ പറഞ്ഞ് അനുമോൾ അത് ചെറിയ രീതിയിൽ എന്നാലും ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവന്നത് നമ്മളെ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പ്രൊമോയിലെ എപ്പിസോഡിലൊക്കെ കണ്ടത്. മത്സരം ചൂടേറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നത് നമുക്ക് ഓക്കെ കാണാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞ് ബിഗ് ബോസ് കാണാത്തവരോടെ ഇപ്പം ബിഗ് ബോസ് കാണാത്തവരായിട്ട് ആരും ഇല്ല. എന്നാലും ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് കാണുന്നില്ലെങ്കിൽ ചിലപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും ഒരുപാട് നേരത്തെക്കാട്ടിലും കൂടിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു ചർച്ച ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയൊക്കെ എല്ലാവർക്കും കാണും. ഈ ഒരു അവസാന ഘട്ടമായതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ സംശയിക്കുകയും ചെയ്തു. അനുമോൾ സംശയിച്ച പോലെ തന്നെ ഇനി ഇത് ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും പ്രാങ്ക് ആണോ എന്താണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ. പ്രമോയും എപ്പിസോഡും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രപ്പോസൽ റിയൽ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അനീഷിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് പുള്ളി ഒരു ഗവൺമെൻറ് ജോബ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരാൻ നമ്മുടെ ബിഗ് ബോസ് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ജോബിൽ നിന്ന് ലീവ് എടുത്തു എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മുടെ അനുമോളെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സെലിബ്രിറ്റിയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സീരിയലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി സീരിയലാണെങ്കിലും അല്ലാതുള്ള സീരിയലാണെങ്കിലും നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ അനുമോൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസിൽ ഒരു ജെന്യൂനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ അനുമോൾ കണ്ടിട്ട് തോന്നിയത്. അനുമോൾ മാത്രമല്ല അനീഷിനെ ബാക്കിയുള്ളവരെ ഉപമിച്ച് നമ്മൾ നോക്കുമ്പോൾ അനുമോളും അനീഷും നമുക്ക് അവരുടെ ആ ക്യാരക്ടർ വൈസ് ഒരു മീൻസ് ഒരു 75% എങ്കിലും ഒരു റിയൽ ക്യാരക്ടറാണ് അവർ ബിഗ് ബോസിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അനീഷിൻ്റെ ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാരക്ടറുണ്ട്. മീൻസ് ആവശ്യമുള്ളിടത്ത് മാത്രമേ സംസാരിക്കൂ. അതുപോലെ തന്നെ ഒത്തിരിയും പേര് ഇപ്പം നമുക്ക് അറിയാത്ത കുറേ ആൾക്കാരുടെ ചുറ്റുവട്ടത്ത് നമ്മൾ പോയി നിന്നാൽ എങ്ങനെ ഇരിക്കും? കാരണം അവരുടെ ക്യാരക്ടർ വേറെ, നമ്മുടെ ക്യാരക്ടർ വേറെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവരെല്ലാവരും കൊണ്ട് ബിഗ് ബോസിൽ ഇട്ടേക്കുന്നത്. അപ്പം മാക്സിമം മറ്റുള്ളവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അനീഷ്. എവിടെ ശരിക്കും സംസാരിക്കണം, എവിടെ സംസാരിക്കരുത് എന്നുള്ള എല്ലാവരും നല്ലൊരു ധാരണയുള്ള ഒരു മനുഷ്യനാണ് ഈ അനീഷ്. അതുപോലെ തന്നെ നമ്മുടെ അനുമോളുടെ കാര്യം പറഞ്ഞു വന്നാലും അനുമോൾ റിയാക്ട് ചെയ്യേണ്ടതെല്ലാം റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണോ ശരിക്കുള്ള അനുമോളുടെ സ്വഭാവം അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരാളോട് നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് പിന്നെ അവർ പറയും പോയി അവരുടെ കുറ്റങ്ങൾ പറയുക, അങ്ങനെയുള്ളൊരു ക്യാരക്ടറേ അല്ല. കാരണം എന്താണോ തോന്നുന്നത് അത് അന്നേരം തന്നെ വിളിച്ച് പറയും. കുറച്ച് മുൻശുണ്ടിയും കോപവും കുറുമ്പും എല്ലാം മുന്നോട്ട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് അനുമോൾ തോന്നിയിട്ടുള്ളത്. ആവശ്യത്തിനുള്ള മെച്യൂരിറ്റിയും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ രണ്ടുപേരും ഒരാളായിരിക്കും എന്തായാലും വിന്നർ അല്ലെങ്കിൽ റണ്ണറപ്പ് എന്നുള്ളത് നമുക്ക് എന്തായാലും അത് തന്നെ ആയിരിക്കും റിസൾട്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. കാരണം ഇത്രയും നാളും പിടിച്ചു നിന്ന് അവരുടെ ആ ഒരു ഇതിന് നമ്മൾ വളരെ ഒരു അഭിനന്ദനം കൊടുക്കുന്നുണ്ട്. പിന്നെ വിവാഹം, പ്രപ്പോസൽ അതൊക്കെ അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അല്ലേ. അത് അവർ ബിഗ് ബോസിന് പുറത്ത് പോയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടുപേരും ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ അല്ലേ. അപ്പം എന്തായാലും അനീഷിനും അതുപോലെ തന്നെ അനുമോക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം നിങ്ങൾ ഒരാൾ തന്നെ ആയിരിക്കും വിന്നർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റണ്ണറപ്പിൽ നിങ്ങൾ ഒരാളായിരിക്കുമെന്ന് പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർ അതുപോലെ ഇവരുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെയോ എന്തെങ്കിലും ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തോ അങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ പോലെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.